നമസ്കാരം. എൻ്റെ നാട്ടിൽ, അതായത് കഴക്കൂട്ടത്തിന് സമീപം എൻ്റെ വീടിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പൊതുവിദ്യാലയം, ഏകദേശം നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള, ചരിത്രമുള്ള, ഈ നാടിനൊപ്പം സഞ്ചരിച്ച, ഈ നാടിന് വെളിച്ചമേകിയ ഒരു സ്ഥാപനം നിന്നു പോയിരിക്കുകയാണ്. ആ ഒരു വാർത്ത ഇന്നിപ്പോൾ അതുവഴി പോയപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്തു. ആ പൂട്ട് വീണ് കിടക്കുമ്പോൾ. കാര്യം ഞാൻ പണ്ട് കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ, നിർഭാഗ്യം വെച്ചാൽ ഞാൻ അവിടെ പഠിച്ച ഒരാളല്ല. ഞാൻ പരിപൂർണമായിട്ട് ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ പ്രോഡക്റ്റാണ്. അതായത് പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചിട്ട് വന്ന, അല്ലെങ്കിൽ പഠിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. അപ്പോൾ പൊതുവിദ്യാലയം ആ കാലഘട്ടത്തിൽ തന്നെ ഈ പ്രദേശത്തെ, അതായത് എൻ്റെ വെട്ട് റോഡ് എന്ന പ്രദേശത്തെ മെജോറിറ്റി ആയിട്ടുള്ള വീടുകളിലെ കുട്ടികൾ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ അവരുടെ പ്രീ പ്രൈമറി പഠിച്ചിരുന്ന ഒരു സ്കൂള്, അത് ഇത്തവണ നിന്നുപോയിരിക്കുകയാണ്. നിന്നുപോയി എന്ന് പറഞ്ഞാൽ പൂട്ട് വീണു. കുട്ടികളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. ഒപ്പം ഏറ്റവും ഒടുവിലത്തെ വർഷത്തിൽ, അതായത് 2-3 വർഷം മുന്നേ 132 കുട്ടികളുണ്ടായിരുന്ന ഒരു സ്കൂള് ഒടുവിൽ 2 കുട്ടികളാകുന്നു. അവിടുത്തെ ഒരു അധ്യാപകൻ, അതായത് പ്രധാന അധ്യാപകൻ റിട്ടയർ ആയതോടുകൂടി ആ സ്കൂളിൻ്റെ പ്രവർത്തനം നിന്നു പോകുന്നു. ഞാൻ വളർന്ന എൻ്റെ നാട്ടിലെ ഒരുപാട് മനുഷ്യരുടെ ഉള്ളിലെ ഓർമ്മകൾ കുടികൊള്ളുന്ന ഒരിടമാണ്. അവരുടെ ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആ സ്കൂളിൻ്റെ ഏടെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പലരും അതിൻ്റെ പ്രോഡക്റ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നാട്ടിൽ പലരോടും സംസാരിക്കുമ്പോൾ, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ സ്കൂളിലാണ് അവർ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച അനുഭവങ്ങളും അവരുടെ ബന്ധങ്ങളെല്ലാം സമൂഹത്തിൽ ഉടലെടുത്ത ഒരിടം കൂടിയാണ്. അങ്ങനെ ഒരു വിദ്യാലയം നിന്നുപോയത് ഒരു നാടിനെ സംബന്ധിക്കുന്നിടത്തോളം, ഒരു തലമുറയിലെ മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ സ്കൂളിൻ്റെ പടിക്കൽ പോയി ഇന്നിപ്പോൾ അടഞ്ഞു കിടക്കുന്ന, പ്രത്യേകിച്ച് ഒരു അധ്യയന വർഷം തുടങ്ങി കുട്ടികൾ സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടികളുടെയും പാദസ്പർശമോ അല്ലെങ്കിൽ അവരുടെ കാലൊച്ചയോ ശബ്ദകോലാഹലങ്ങളോ ഇല്ലാതെ ശ്മശാന മൂകതയിൽ കിടക്കുന്ന ഒരു വിദ്യാലയം, ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങൾ ഈ അവസ്ഥയിലേക്ക് ആണ്ടുപോകുന്നു അല്ലെങ്കിൽ പൂട്ടു വീഴുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് ആ സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, അത് അടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. ഞാനിപ്പോൾ നിൽക്കുന്നതേ ഈ ദൃശ്യം നോക്കി, ഒരു പൂട്ടു വീണ ഇടത്താണ്. അതും ഒരു പൊതുവിദ്യാലയത്തിൽ. എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന വീടിന് തൊട്ടടുത്തായിട്ടുള്ള സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ എന്ന് പറയുന്ന ഒരു പൊതുവിദ്യാലയം. ഈ സ്കൂൾ തുറക്കുന്ന അക്കാഡമിക് ഇയറിൽ പൂട്ടു വീണിരിക്കുകയാണ്. അതിൻ്റെ ഇടനാഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ പൂട്ടിപ്പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വേദനാജനകമായിട്ടുള്ള കാഴ്ചയാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇടങ്ങളാണ് ഈ പൊതുവിദ്യാലയങ്ങൾ. അങ്ങനെ 1970 കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു സ്കൂളിനാണ് ഇക്കുറി പൂട്ടു വീണിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്തെ സംബന്ധിക്കുന്നിടത്തോളം നോക്കുകയാണെങ്കിൽ നിരവധി ചെറുപ്പങ്ങളെ അല്ലെങ്കിൽ പ്രതിഭാധനരെ എല്ലാം ഈ സമൂഹത്തിന് സംഭാവന ചെയ്തൊരു വിദ്യാലയമാണ്. കാര്യം ഇപ്പൊ എൻ്റെ കുടുംബം എടുക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഭാര്യ കൂടി പഠിച്ചൊരു സ്കൂളാണ്. അവൾ ഈ സെൻറ്റ് ആൻ്റണീസ് LPSലെ പ്രോഡക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ 1970 മുതൽ ഈ 2026 ഒരു ലോങ് പീരീഡ് എടുക്കുമ്പോൾ എത്ര തലമുറകളെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ ഒരു വിദ്യാലയം ഇന്നിപ്പോൾ പൂട്ടു വീണിരിക്കുന്ന ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒരുപാട് പേർക്ക് ഒരുപക്ഷെ ഈ വിദ്യാലയത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ ഓർമ്മകൾ ആയി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം നൊസ്റ്റാൾജിക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു വിദ്യാലയത്തിന്റെ വാതിൽ നോക്ക്. ഈ ഒരു പ്രവൃത്തി ദിവസമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതേ സമയത്ത് ഇതേ ക്ലാസ് മുറികളിൽ കുട്ടികൾ പഠിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ അവയെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഒരു ഇടനാഴികളിൽ കുട്ടികളുടെ കാൽസ്പർശം അല്ലെങ്കിൽ ഒച്ച ബഹളമൊക്കെ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ എന്തൊരു മൂകശാന്തതയായി കിടക്കുന്നു നോക്കിയേ. കാര്യം ഈ സ്കൂൾ 70കളിൽ ആരംഭിച്ചതിന് ശേഷം ഇങ്ങനെ അടഞ്ഞു കിടന്നൊരു ചരിത്രം ഇതിനുണ്ടായിട്ടില്ല. ഈ അധ്യയന വർഷത്തിലും ഇവിടെ ഏതെങ്കിലുമൊക്കെ കുരുന്നുകൾ വരേണ്ടതായിരുന്നു. ഇക്കഴിഞ്ഞ മെയ് 31 ഇവിടുത്തെ പ്രഥമ അധ്യാപകനായിട്ടുള്ള വ്യക്തി കൂടി റിട്ടയർ ആയതോടുകൂടി ഈ സ്കൂളിന്റെ ശേഷിച്ചതിനെ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് മാറ്റി
ആ സ്കൂള് ഒരു എന്നേക്കുമായി പൂട്ടു വീഴുന്നൊരു സാഹചര്യം എത്തി. അതിൻ്റെയാണ് തുടക്കത്തിൽ കാണിച്ചത്. കണ്ടില്ലേ, ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു 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 നമ്മുടെ സമൂഹത്തിലെ ഒരു വെളിച്ചം കെട്ടുപോകുന്ന ഒരു സാഹചര്യം. കാര്യം സ്വകാര്യ സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ, വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കാനായിട്ടൊക്കെ രക്ഷിതാക്കൾ മാറ്റി തുടങ്ങിയപ്പോൾ പൊതുവിദ്യാലയങ്ങളുടെ സ്പേസ് നഷ്ടപ്പെടുന്നു. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരം സംഭവങ്ങളുണ്ട്. എന്നാലും ഒരു വിദ്യാലയം എന്നുള്ള നിലയ്ക്ക് അത് പൂട്ടിപ്പോകുന്ന കാഴ്ചയും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം നേടേണ്ട ഇടങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ അടഞ്ഞു പോകുന്നു എന്ന് കാണുന്നതും കേൾക്കുന്നതും ഒരുതരം സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഇത്തരം ഒരു അനുഭവം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ, ഈ നാടിന് ഒരുപാട് തലമുറകളെ സംഭാവന ചെയ്ത ഒരു സ്കൂളിന്റെ ഇന്നത്തെ ഈ ഒരു ദുർഗതി നമ്മുടെ വരുംകാലങ്ങളിൽ മറ്റിടങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാചകം ഇവിടെ കൊടുത്തിട്ടുണ്ട്: കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ്, അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ മൃദുവായി കൈകാര്യം ചെയ്തിരുന്ന ഒരിടമാണ് ഇന്നിപ്പോൾ നിർജീവമായിരിക്കുന്നത്. അപ്പോൾ സങ്കടകരമായ ഒരു കാഴ്ച. ഒരുപാട് പേർക്ക് ഇതിന്റെ അനുഭവങ്ങൾ പറയാൻ കാണും. ഒരുപാട് പേരെ സമൂഹത്തിന് സംഭാവന ചെയ്ത ഈ ഒരു വിദ്യാലയം ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുപോയി എന്നുള്ളൊരു കാഴ്ച അത്യന്തം സങ്കടകരമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒരു പൊതുവിദ്യാലയങ്ങളും പൂട്ടിപ്പോകാൻ പാടില്ലാത്ത കാലമാണ്. എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസം കിട്ടേണ്ടതാണ്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് സ്കൂളുകളുടെ നിലവാരം കൂടി ഉയരുന്നത് ഇത്തരം സംഭവങ്ങളെ ഒഴിവാക്കാൻ കഴിയും. കാര്യം ഇത് ഒരു അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. 70കളിൽ 50 സെന്റ് സ്ഥലം ഇവിടുത്തെ സ്വകാര്യ വ്യക്തി അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബിൽഡിംഗിൽ ഉൾപ്പെടെ സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അതിനുശേഷം സർക്കാർ സ്കൂളുകൾ കൂടുതൽ സജീവമായി വരുമ്പോൾ അൺഎയ്ഡഡ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു കാഴ്ച കൂടിയായിട്ട് ഇത് കാണുകയാണ്. അങ്കണമാണ്, അല്ലെങ്കിൽ മുറ്റമാണ്. നോക്ക്, ഒരു ഇടവേളയ്ക്ക് ഞാനിവിടെ ഒരു വാർത്ത ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം പച്ചക്കറി കൃഷി ഉൾപ്പെടെ ചെയ്തിരുന്ന സ്കൂളായിരുന്നു ആ സ്കൂള്. ഇന്നിപ്പോൾ എന്നേക്കുമായി നിന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം തീർത്തും സങ്കടകരമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ളവർ പലരും പഠിച്ചൊരു സ്കൂളായതുകൊണ്ട് നിങ്ങൾക്കും അനുഭവങ്ങളൊക്കെ പറയാൻ കാണും. അതൊക്കെ താഴെ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് പറയുന്നു. എന്തായാലും ഒരുപാട് തലമുറകളുടെ അനുഭവങ്ങൾ രൂപപ്പെടുത്തിയ ഒരു വിദ്യാലയം നിന്നു പോകുന്ന സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയുള്ള ഇടത്താണ് ഞാൻ രാവിലെ ഉള്ളത്.